ഹരിശ്രീയിലെ 2025-26 അധ്യയന വർഷത്തിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ 2-നാണ്. ആദ്യത്തെ 2 ആഴ്ചകളിൽ ബേസിക് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ആഴ്ച തന്നെ അഡ്മിഷൻ എടുക്കുക. ഹരിശ്രീയിൽ നിങ്ങളുടെ കുട്ടി എന്തിന് ജോയിൻ ചെയ്യണം? 1. ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും 1 മാസം മുമ്പ് തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കും. 2. SSLC ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് നവംബർ മാസം തന്നെ ഞങ്ങൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡിസംബർ മാസം മുതൽ മോഡൽ എക്സാംസും റിവിഷൻ ക്ലാസ്സുകളും ആരംഭിക്കും. റിവിഷൻ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കുട്ടികൾക്ക് പരീക്ഷയുടെ ഒരു പേടി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 3. ഹരിശ്രീയിലെ എക്സാംസിനെ കുറിച്ച് നോക്കാം. 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾക്ക് വീക്കിലി എക്സാംസും SSLC ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഡെയിലി എക്സാംസ് ഞങ്ങൾ നടത്താറുണ്ട്. എക്സാംസ് നടത്തുക മാത്രമല്ല, നടത്തിയ എക്സാമിൻ്റെ റിസൾട്ട് അന്നേ ദിവസം തന്നെ പാരൻസ് അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ഇതിലൂടെ കുട്ടികളുടെ പഠന നിലവാരം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ മനസ്സിലാക്കാനും ഏത് വിഷയത്തിലാണ് കുട്ടികൾ മുന്നോട്ട് നിൽക്കുന്നതെന്നും പിന്നോട്ട് നിൽക്കുന്നതെന്നുമുള്ള ഒരു ധാരണ നേടിയെടുക്കാനും സാധിക്കുന്നു. അപ്പോൾ അശ്വൻ സാറേ, ഈ റിവിഷനും മോഡൽ എക്സാംസും എല്ലാ സെൻറ്ററിലും ഉള്ളതാണ്. ഹരിശ്രീക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഹരിശ്രീയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാം ടൈമിൽ നൽകുന്ന റിവിഷൻ ബുക്ക്ലെറ്റാണ്. ഓരോ ചാപ്റ്ററിലെയും മോഡൽ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സെറ്റ് ബുക്ക് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നതാണ്. അതിനകത്ത് മുഴുവൻ ചോദ്യങ്ങളാണുള്ളത്. ഈ ചോദ്യങ്ങൾ ഓണപരീക്ഷയ്ക്ക് 1 മാസം മുമ്പേ നമ്മൾ പോർഷൻസ് തീർക്കുമെന്ന് പറഞ്ഞല്ലോ. ആ പോർഷൻ തീർത്തതിന് ശേഷം 1 മാസ കാലയളവിൽ കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഏകദേശം ചോദ്യങ്ങളും അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസും കുട്ടിക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കിട്ടുന്നതാണ് നമ്മുടെ ബുക്ക്ലെറ്റ് വഴി. ആ ബുക്ക്ലെറ്റിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 10-50ഓളം ചോദ്യങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആ കുട്ടിക്ക് കിട്ടുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക, ഡൗട്ട് അധ്യാപകരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക, നമ്മുടെ മോഡൽ എക്സാംസ് എഴുതുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാമിൻ്റെ റിവിഷൻ മുന്നോട്ട് പോകുന്നത്. ഈ ബുക്ക്ലെറ്റ് നമ്മുടെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, നമ്മൾ തന്നെ 6-7 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹരിശ്രീയിലെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്നതാണ്. ഈ ബുക്ക്ലെറ്റാണ് മറ്റുള്ള എല്ലാ സെൻറ്ററുകളിൽ നിന്നും ഹരിശ്രീയെ വ്യത്യസ്തമാക്കുന്നത്. അശ്വൻ സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് സിലബസും ടെസ്റ്റും എല്ലാം മാറി. അതെ, കുട്ടികൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാണ്. ഹരിശ്രീയിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. കുട്ടികൾക്ക് പഠനം വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഹരിശ്രീയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ പഠനം ഒതുങ്ങിപ്പോവാതെ ഈ ലോകത്തുള്ള ഏതൊരു കാര്യവും ഡിജിറ്റൽ ക്ലാസ് റൂമിൻ്റെ സഹായത്തോടെ അവർക്ക് കണ്ട് കേട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു. ഇത് കുട്ടികളുടെ ചിന്താശേഷിയും അവർക്ക് പഠിക്കാനുള്ള താല്പര്യത്തെയൊക്കെ കൂട്ടാൻ വളരെ സഹായകരമാണെന്ന് നമ്മൾ തന്നെ കഴിഞ്ഞ 1 വർഷം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഏത് കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കോ സിലബസോ പോർഷൻസോ വന്നോട്ടെ, ഹരിശ്രീയുടെ കുട്ടികൾക്ക് അതൊരു വിഷയമായിരിക്കില്ല. കാരണം വളരെ രസകരമായിട്ട് ആസ്വദിച്ച് മനസ്സിലാക്കിയാണ് അവർ പഠിക്കുന്നത്. ഇതിനുവേണ്ടി ആവശ്യമായ പ്രൊജക്ടർ, TV, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഇത് ഇൻ്റർനെറ്റ്, എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ വർഷങ്ങൾ തന്നെ നമ്മുടെ സെൻറ്ററിലുണ്ട്. ഇപ്രാവശ്യവും നമ്മളത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റഡി ബുക്ക് സംവിധാനവും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിലും ക്ലാസ് ടീച്ചേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ് ടീച്ചേഴ്സ് കുട്ടികൾ ഏത് വിഷയമാണ് പിന്നോക്കം നിൽക്കുന്നത്, ഏതിനാണ് ഇത്തിരി മടി കാണിച്ച് നിൽക്കുന്നത്, ഏതാണ് കുട്ടികൾക്ക് പാടുള്ള വിഷയം എന്നൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ക്ലാസ്സിനും ഓരോ ക്ലാസ് ടീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഏത് സമയത്തും പാരൻസിന് അതത് ക്ലാസ് ടീച്ചേഴ്സിനോട് കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ക്ലാസ് ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ടും ഈ സ്റ്റഡി ബുക്ക് ഉള്ളതുകൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് കൃത്യമായിട്ട് വീട്ടിൽ പോയി പഠിച്ചതിന് ശേഷം പാരൻസിൻ്റെ സൈന് വാങ്ങിക്കുന്ന പരിപാടിയാണ് ഈ സ്റ്റഡി ബുക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റഡി ബുക്ക് റെഫർ ചെയ്യുന്നത് വഴിയും വീക്ക്ലി ടെസ്റ്റ് പേപ്പറിൻ്റെയൊക്കെ മാർക്കുകൾ വെച്ചിട്ടുമാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ക്ലാസ് ടീച്ചേഴ്സ് വിലയിരുത്തുന്നത്. SSLC ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ഈ വർഷം ആദ്യമായിട്ടാണ് ഹരിശ്രീയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകമായിട്ടുള്ള 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നവംബർ മാസത്തിൽ തന്നെ SSLC കുട്ടികൾക്കും ഹയർ സെക്കൻഡറി കുട്ടികൾക്കും മുഴുവൻ പോർഷനും നമ്മൾ പഠിപ്പിച്ച് തീർക്കും. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഫുൾ അവർക്ക് കിട്ടുന്നത് റിവിഷൻ ക്ലാസ്സുകൾ മാത്രമായിരിക്കും. നവംബറിൽ പോർഷൻ തീർന്നതിന് ശേഷം ബാക്കി 3 മാസങ്ങൾ അവർക്ക് റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പോവുകയാണ്. റിവിഷൻ, മോഡൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട്, ഡൗട്ട് ക്ലിയറൻസ്, അങ്ങനെ പലവിധമായ രീതിയിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയെടുക്കുകയാണ് ഡിസംബർ മാസം മുതൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ സെൻറ്ററിൽ ചെയ്യുന്നത് SSLC ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടതും ഹരിശ്രീക്ക് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്
ഇപ്പോൾ ഒരു കുട്ടി ലീവ് എടുത്താൽ പോലും അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയാൽ പോലും ആ കുട്ടിക്ക് ക്ലാസ് മിസ്സാകില്ല എന്നുള്ളതാണ്. SSLC കുട്ടികൾക്കും ഹയർ സെക്കൻഡറി കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ സെൻറ്ററിൽ പഠിക്കുന്ന SSLC ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഈ ലൈവ് ക്ലാസ്സുകളിൽ ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു കുട്ടി ഇപ്പോൾ ഒരു പോർഷൻ പഠിപ്പിച്ചപ്പോൾ വന്നില്ല എന്ന് വയ്ക്കുക, ആ സാഹചര്യത്തിൽ പോലും ഓൺലൈൻ ക്ലാസ്സിൻ്റെ സഹായത്തോടെ ആ പോർഷൻ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അതേ അധ്യാപകൻ്റെ കൈവശം നിന്ന് തന്നെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നു. മഴയോ അതുപോലെയുള്ള ലീവുകളോ ഒന്നും ഹരിശ്രീയെ ബാധിക്കുന്നതല്ല. കാരണം ഓൺലൈൻ ക്ലാസ്സുകളുടെ സേവനം SSLC ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പഠനത്തിൽ ഒരു ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് സാധിക്കുകയും വളരെ ഭംഗിയായിട്ട് എക്സാം എഴുതാൻ കഴിയുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും SSLC കുട്ടികൾക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ദയവായി നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ടുകളെല്ലാം കണ്ടുവെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് മനസ്സിലാക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ മുൻധാരണകളില്ലാതെ ഞങ്ങളെ ഈ ഒരു പ്രയത്നത്തിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം കുട്ടികൾ ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെല്ലാം 100% ആത്മാർത്ഥതയോടെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. 100% അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ പഠിക്കാൻ താല്പര്യമുള്ള ഓരോ കുട്ടികളെയും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന എല്ലാം ഹരിശ്രീന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരും നമ്മളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നമ്മളെക്കുറിച്ച് കേൾക്കുന്ന നെഗറ്റീവായ പോസിറ്റീവായ കാര്യങ്ങൾ എന്താ നമ്മളോട് തുറന്നു പറയാനും പാരൻസായി നിങ്ങൾ മനസ്സ് കാണിക്കുക. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ എഫേർട്ടിനെ സപ്പോർട്ടും ചെയ്യുക. ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഹരിശ്രീയുടെ ഫുൾ ടൈം ഇവിടെ സെറ്റാണ്. അപ്പോൾ ഏപ്രിൽ 2 നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക.